സ്വാഗതം. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോഡ്യൂൾ C1, അതായത് മോഡ്യൂൾ 7ാമത്തെ മോഡ്യൂളാണ്. അതായത് A1ന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ A1ന്റെ സെക്കൻഡ് ചാപ്റ്ററിന്റെ. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ അതായത് സെക്കൻഡ് ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻറ്റ് വൊക്കാബുലറീസ് ആണ്. ഓരോ വേർഡ്സ് ആണ്, അവയുടെ മീനിങ്സും ആണ്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെയും ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഓരോ കമൻസും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതുമാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? German language coaching A1, A2, B1, B2. Online, offline and combination of online and offline batches. Crash courses, short-term and long-term batches. Guaranteed results. Morning, day and night batches. Flexible timing options. Affordable packages. ഫസ്റ്റ് തന്നെ നമുക്ക് കുറേ വൊക്കാബുലറീസ് കിട്ടും, കുറേ ഹോബീസ് ഒക്കെ കിട്ടും. ഓക്കെ, ഏതൊക്കെയാണ് ഹോബീസ്? അതൊക്കെയാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ ഓരോ ഹോബീസിൽ ഓരോ വൊക്കാബുലറീസ്, ആ ഒരു വേർഡ്സ് നിങ്ങൾക്ക് പഠിച്ചു പോകാം. ഫോർ എക്സാമ്പിൾ ആണ് ചാറ്റൻ. സോ ചാറ്റൻ എന്ന വേർഡിന്റെ അർത്ഥം ടു ചാറ്റ്, വളരെ ഈസിയാണ്. ഓക്കെ, ചാറ്റൻ മീൻസ് എന്താണ്? ടു ചാറ്റ്. നെക്സ്റ്റ് വരുന്നതാണ് ഫോട്ടോഗ്രാഫിയറൻ. ഓക്കെ, ഫോട്ടോഗ്രാഫിയറൻ മീൻസ് ടു ഫോട്ടോഗ്രാഫ്. ഇതാണ് ടു ഫോട്ടോഗ്രാഫ്, ടു ടേക്ക് ഫോട്ടോഗ്രാഫ്. ഇതിനാണ് ഫോട്ടോഗ്രാഫിയറൻ. നെക്സ്റ്റ് ഗെയിൻ, മൂന്നാമത്തെ വെർബാണ് ഗെയിൻ. ഗെയിൻ മീൻസ് ടു ഗോ, പോകുക. സോ ഗെയിൻ മീൻസ് എന്താണ്? ടു ഗോ. നെക്സ്റ്റ് കൊഹൻ. കൊഹൻ മീൻസ് ടു കുക്ക്. ഇതൊക്കെ ഓരോ ഹോബീസ് ആണ്. ഓക്കെ, കൊഹൻ മീൻസ് എന്താണ്? ടു കുക്ക്, കുക്ക് ചെയ്യുക. ഇനി നമ്മൾ ജർമ്മൻ ലാംഗ്വേജിൽ പറയുന്നതാണ് കൊഹൻ. നെക്സ്റ്റ് വരുന്നതാണ് റൈസൻ. റൈസൻ മീൻസ് ടു ട്രാവൽ, എന്താണ്? യാത്ര ചെയ്യുക. സോ റൈസൻ മീൻസ് എന്താണ്? ടു ട്രാവൽ. ഓക്കെ, അടുത്തൊരു വൊക്കാബുലറി ആണ് ദി ലോയ്റ്റെ. ദി ലോയ്റ്റെ മീൻസ് പീപ്പിൾ, എന്താണ്? പീപ്പിൾ. സോ പീപ്പിളിന് നമ്മൾ പറയുന്നതാണ് ദി ലോയ്റ്റെ. സോ ലോയ്റ്റെ മീൻസ് എന്താണ്? പീപ്പിൾ. നെക്സ്റ്റ് ഷ്വിമ്മൻ. ഷ്വിമ്മൻ മീൻസ് ടു സ്വിം. ഓക്കെ, ഷ്വിമ്മൻ എന്നാണ് നമ്മൾ ജർമ്മൻ ലാംഗ്വേജിൽ പറയുന്നത്. എന്താണ് അർത്ഥം? ടു സ്വിം. നെക്സ്റ്റ് സിംഗർ. സിംഗർ മീൻസ് ടു സിംഗ്, പാടുക. ഓക്കെ, സോ സിംഗൻ എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, സിംഗൻ എന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? ടു സിംഗ്. നെക്സ്റ്റ് ഡാൻസർ. ഡാൻസർ മീൻസ് ടു ഡാൻസ്, എന്താണ്? ടു ഡാൻസ്. സോ ഡാൻസ് ചെയ്യാൻ നമ്മൾ ടാൻസൻ എന്നാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ആൻറ്റ്വേർട്ടൻ. ആൻറ്റ്വേർട്ടൻ മീൻസ് ടു ആൻസർ. ആൻറ്റ്വേർട്ടൻ എന്ന വെർബിന്റെ അർത്ഥം എന്താണ്? ടു ആൻസർ, റിപ്ലൈ കൊടുക്കുക എന്നൊക്കെ മീനിങ് ആണ് ആൻറ്റ്വേർട്ടൻ എന്ന വേർഡിന് വരുന്നത്. നെക്സ്റ്റ് ലേസൺ. ലേസൺ മീൻസ് ടു റീഡ്. ഇതൊക്കെ കോമൺ വെർബുകളാണ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് വെർബുകളാണ്. സോ ലേസൺ മീൻസ് എന്താണ്? ടു റീഡ്. നെക്സ്റ്റ് വരുന്നതാണ് ലീബൻ. ലീബൻ മീൻസ് ടു ലവ്, ഇതാണ് ടു ലവ് എന്നതിന് നമ്മൾ പറയുന്നതാണ് ലീബൻ. German language foundation course just for rupees 499. Course duration daily 90 minutes and in 10 sections. Course contents: alphabets, numbers 0 to 100 million, how to introduce oneself, countries and languages in German language, German for day-to-day usages such as greetings, months, objects, foods, etc. Next, lustig. Lustig means funny. ഓക്കെ, തമാശ അതിനുള്ളൊരു അർത്ഥമാണ് lustig എന്ന വേർഡിന് കിട്ടുന്നത്. നെക്സ്റ്റ് സ്പീലൻ. സ്പീലൻ മീൻസ് ടു പ്ലേ, ഇതാണ് പ്ലേ, കളിക്കുക എന്നതിന് നമ്മൾ ജർമ്മൻ ലാംഗ്വേജിൽ പറയുന്ന ഒരു വെർബാണ് സ്പീലൻ. സ്പീലൻ മീൻസ് ടു പ്ലേ. നെക്സ്റ്റ് ലൈഡർ. ലൈഡർ മീൻസ് അൺഫോർച്ചുനേറ്റ്ലി. ലൈഡർ മീൻസ് അൺഫോർച്ചുനേറ്റ്ലി, ഇപ്പം എനിക്ക് ഒരിടത്ത് വരാൻ കഴിഞ്ഞില്ല എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന ഒന്നാണ് ലൈഡർ.
Next, the Aufgabe. The Aufgabe means assignment. So assignment in the German language പറയുന്നതാണ് the Aufgabe. Okay. Next one Machen. Machen means to do. ഇതാണ് Machen എന്ന വെർബിന്റെ അർത്ഥം to do ചെയ്യുക. Machen means to do. Next aber. Aber means എന്താണ് but. പക്ഷേ. So പക്ഷേ എന്നത് നമ്മൾ പറയുന്നതാണ് aber. Aber means but. Okay, so Machen means എന്തായിരുന്നു to do, aber means but. Okay, next arbeiten. Arbeiten means to work. എന്താണ് to work. Arbeiten. Next word ആണ് das Auto. Das Auto. Auto means car. Car. Okay, so car ന് നമ്മൾ പറയുന്നതാണ് auto. Okay, ഇനി das Bild. Bild means picture. ചിത്രങ്ങൾ. So das Bild. So build എന്ന വേർഡിന്റെ അർത്ഥം എന്താണ് picture. Next ആണ് fahren. Fahren means to drive. യാത്ര ചെയ്യുക നമ്മൾ പറയുന്നതാണ് fahren. Fahren means to drive. Okay, next Jahreszeit. Jahreszeit means the Jahreszeit means season. അതാണ് season. Okay, season നമ്മൾ പറയുന്നത് എന്താണ് Jahreszeit. Next one is das Wörterbuch. Das Wörterbuch means dictionary. So dictionary ke German language പറയുന്ന ഒന്നാണ് das Wörterbuch. Next willkommen. Willkommen means welcome. So welcome എന്ന് German language പറയുന്നത് എങ്ങനെയാണ് willkommen. Okay, next address. The address എന്ന് വെച്ചാൽ address. Okay, ഇത്രയുമാണ് വളരെ കോമൺ ആയിട്ട് നമുക്ക് A1 ചാപ്റ്ററിൽ സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്ന വൊക്കാബുലറീസ്. ഈ 25 വൊക്കാബുലറീസ് ആണ്. ഇനി ഇതിന്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ നെക്സ്റ്റ് വീണ്ടും ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എന്താണ് കോമൺ ആയിട്ടുള്ള ഓരോ വൊക്കാബുലറീസ്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഹോബീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫോട്ടോഗ്രാഫിയർ ആൻഡ് ലേസൺ. ലേസൺ മീൻസ് എന്താണ് ടു ഡു. ഓക്കെ, കോഹൻ, റൈസൺ, ഡാൻസൺ, ഷിമ്മൻ, ഒരുപാട് ഹോബീസ് വരുന്നുണ്ട് ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ. ഓക്കെ, അതൊക്കെ കോമൺ ആയിട്ടുള്ള ഓരോ വെർബാണ്. അതൊക്കെ അതിൻ്റെ അർത്ഥങ്ങൾ അറിഞ്ഞിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ മാഹൻ. മാഹൻ മീൻസ് ടു ഡു. സ്പീലൻ. സ്പീലൻ മീൻസ് ടു പ്ലേ, കളിക്കുക. ഓക്കെ, ആബർ മീൻസ് എന്താണ് ബാഡ്. ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെലക്ട് ചെയ്ത വേർഡ്സുകളാണ്. ഇവിടെയൊക്കെ മീനിങ്സ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒരു സ്റ്റുഡൻറ്റിന് അത്യാവശ്യം ആ A1 ലെവലിൽ സെക്കൻഡ് ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ട വേർഡ്സുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി മോഡ്യൂൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെയും ഷെയറും ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻസും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ വീണ്ടും ഒരു നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ auf Wiedersehen. Tschüss. Danke schön. Study nursing in Germany with stipend. 1 lakh monthly stipend. Eligibility: +2 science, humanities, commerce with 70% marks. We offers German language A1 to B2. Admission process: travel assistance. Contact Cpte for getting nursing admissions in Germany.